എന്താണ് ചുറ്റുവട്ടത്ത് നടക്കുന്നത് എന്നുള്ള ശരിയായ അറിവ് നമുക്ക് വേണം. പത്രം വായിക്കാറുണ്ടോ? മലയാളികളെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് നമ്മളെ നാട്ടുകാരെ പറ്റിയിട്ട്, ദിനേശ് ബീഡി ഇരിക്കുന്ന കാലത്തോളം ദിനേശ് ബീഡിയെ പറ്റിയിട്ട് ആളുകൾ പറയുന്നത്, ദിനേശ് ബീഡി കമ്പനിയിൽ എല്ലാവരും ബീഡി തിരക്കുന്ന സമയത്ത് അതിൽ ഒരാൾ പത്രം വായിക്കാൻ വേണ്ടി ചുമതലപ്പെടുന്നു. ഏതോ ഒരു പത്രം വായിക്കുന്നു, ഒച്ചത്തിൽ അദ്ദേഹം വായിക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു. അത് വലിയ അറിവാണ് ഉണ്ടാക്കിയിരുന്നത്. രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടാവും, ലോകത്ത് നടക്കുന്ന പലതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടാകും, അവബോധം ഉണ്ടായിരുന്നു. ചുറ്റുവട്ടത്ത് നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള നല്ല അവബോധം വേണം. സാമൂഹ്യപരമായിട്ട് എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റിയുള്ള അവബോധം വേണം. എപ്പോഴും ഓരോ ദിവസവും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക അല്ലേ? നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ അറിയാൻ പറ്റും, ഓരോ ദിവസം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അപ്ഡേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് അപ്ഡേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് ആവാനുള്ള അറിവ് കിട്ടുന്നത് ചുറ്റുവട്ടത്ത് നടക്കുന്ന അറിവിൽ നിന്നാണ്. എൻ്റെ അയൽപ്പക്കത്തുള്ളവരെ പറ്റി എനിക്ക് അറിയണം, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. എൻ്റെ കോമ്പറ്റീറ്ററെ പറ്റിയിട്ട് അറിയണം. എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ അസോസിയേഷൻ, നിങ്ങളുടെ പെയിൻറ്റ് ഇൻഡസ്ട്രി ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആയിക്കഴിഞ്ഞാലും അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ടാവില്ലേ? ഉണ്ടല്ലോ. ആ 2 അസോസിയേഷനിൽ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളെല്ലാം എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും കിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് BNI ഒരു കണക്ഷൻ വന്നത്. BNI കണക്ഷൻ വന്നു കഴിഞ്ഞാൽ വിപുലമായ കണക്ഷൻസാണ്. എൻ്റെ ഇൻഡസ്ട്രിയിലും അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയിലും വിപുലമായ കണക്ഷൻ ഉണ്ടാകുന്നത് BNI എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിങ്ങിലാണ്. അത് നമ്മുടെ സോഷ്യൽ അവയർനെസ്സിൻ്റെ ഭാഗമാണ്. സെയിൽസിലുള്ളവർ നിങ്ങൾ ഏതെല്ലാം അസോസിയേഷനിൽ ചേരാൻ പറ്റുമോ അതിലെല്ലാം ഉണ്ടാവണം. അതിലെല്ലാം നിങ്ങൾക്ക് ലീഡ് കിട്ടുമെന്ന് മാത്രമല്ല, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ശരിയായ അവബോധമുണ്ടാകും. അല്ല എങ്കിൽ നമുക്ക് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ജീവിയെ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ലൈവായിട്ടിരിക്കണം. നമ്മുടെ മേഖലയിൽ എപ്പോഴും ലൈവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ട് എന്നുള്ളത്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് വേണം. സെയിൽസിനേക്കാൾ കൂടുതൽ ഇനിയുള്ള കാലങ്ങൾ നോക്കേണ്ടത് മാർക്കറ്റിങ്ങിലാണ്.